ഹായ് എല്ലാവർക്കും സലു കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റിഫ്രഷിംഗ് ആയിട്ടുള്ള വെജിറ്റബിൾ ഹെൽത്തി ജ്യൂസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് എടുക്കും. ഒരു പച്ചമുളക് എടുക്കത്തില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ എടുക്കില്ല, അത് ഇത്ര മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസ് ഇഞ്ചി എടുക്കും. പിന്നെ കുക്കുംബർ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 കുക്കുംബർ ഇതിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിനൊക്കെ ആണെങ്കിൽ നമുക്ക് 2 കുക്കുംബറോളം വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പം നെല്ലിക്ക ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കും. അതിൻ്റെ കുരു ഒന്ന് മാറ്റണം കേട്ടോ. എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കിത് ജ്യൂസാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കും. നമ്മളിത് പഞ്ചസാര വെച്ചിട്ടല്ല ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. 1/4 ടീസ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്കിനി ബാക്കി വെള്ളം ചേർക്കത്തുള്ളൂ. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു സ്ട്രെയിനർ വച്ചിട്ടുണ്ട്. ഈ സ്ട്രെയിനറിലേക്ക് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ബാച്ചായിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് കേട്ടോ. ജ്യൂസ് ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പോളം നല്ല തണുത്ത വെള്ളം ഐസ് ഇട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ഈ ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഉപ്പ് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല തണുത്തിരിക്കുന്നതാണ് ഈ ജ്യൂസിന് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ 2 ഗ്ലാസ്സിൽ ഞാൻ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുൻപ് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ഈ ഐസിട്ട ഗ്ലാസ്സിലേക്ക് പതിയെ ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. ഇപ്പം ഉച്ചയ്ക്കൊക്കെ നമ്മളിത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉന്മേഷം അവർക്കെന്നല്ല വലിയവർക്കാണെങ്കിലും നല്ല ഉന്മേഷം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും, അതുപോലെ തന്നെ സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.